ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദേ പുട്ട് കുത്തണേ കാണിച്ചു തരാമേ. ഓവന ഇവിടെ നിന്ന് പുട്ട് കുത്തുന്നുണ്ട്, കാണിച്ചു തരാവേ. റാഗി പുട്ടാ കേട്ടോ, റാഗി റാഗി നല്ല ഹെൽത്തി റെസിപ്പിയാണ് റാഗിയുടേത്. ഇനി അടുത്തത് ഇത് പുട്ട് കഴിച്ചാലോ. ഇത് കേട്ടോ, പുട്ട് എടുത്ത് വയ്ക്കുകയാണേ. ഒരു കഷ്ണം ഇത് മുട്ടക്കറി, പിന്നെ അതിൻ്റെ കൂടെ പാലും കൂടെ കുടിക്കുകയാണ്. അതെ, പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇത് കണ്ടോ. പുട്ട് അരി റാഗിപ്പൊടി കുഴച്ച് വെച്ചേക്കുവാണ്. അത് പുട്ട് കുറ്റിയിലേക്ക് ഇട്ടു. കുറ്റിയിലേക്ക് അടച്ച് പുട്ടും കുടത്തിൻ്റെ മുകളിൽ വെച്ച് ആവി കയറ്റി ഉണ്ടാക്കണം. ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുടത്തിൽ. ഈ തുളയില്ലേ, ഈ തുള, ആ തുളയ്ക്കോടെ ആവി വരും. അന്നേരം അത് വെന്തുന്ന് നമുക്കറിയാം. ഇനി അതിനുള്ള കറിയുണ്ട് കേട്ടോ, ഉണ്ടാക്കി വെച്ചേക്കുന്നത് മുട്ടക്കറിയാണ്. ഇന്ന് റാഗിപ്പുട്ടും മുട്ടക്കറി. പിന്നെ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചായക്ക് അടുത്ത് വയ്ക്കണം. ഗ്ലൂക്കോത്തയാൻ ഉണ്ടാക്കാനാണ് ഇത്. ക്യാരറ്റ്, ബീട്രൂട്ട്, നെല്ലിക്ക, നാരങ്ങ ഇതെല്ലാം കൂടെ മിക്സിയിലടിച്ച് ജ്യൂസ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് അതിനെ കട്ടയാക്കി എടുക്കും. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കും. അത് പിന്നെ കാണിച്ചു തരാം. ഗ്ലൂക്കോത്തയാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടത് നാരങ്ങ നീര്, ലൈം ജ്യൂസ്, പിന്നെ നെല്ലിക്ക, ബീട്രൂട്ട്, ക്യാരറ്റ് ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ടൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടി ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണേ. നാളത്തെ രാവിലത്തേക്ക് ഇച്ചിരി ഉഴുന്നും അരിയും കൂടെ വെള്ളത്തിലിടാൻ വേണ്ടി കഴുകി വെക്കുവാണേ. ഇത് ഉഴുന്ന് കഴുകിയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കുവാണ് കുതിരാനായിട്ട്. ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ഉലുവയും കൂടെ ഇടും. അതുകൊണ്ട് ഒരു സ്പൂണോളം ഉലുവയും കൂടെ ഇട്ട് വെച്ചു. ഇത് ഉഴുന്ന് കഴുകി എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. 4 മണിക്കൂർ നല്ല വെള്ളം ഒഴിച്ച് വെക്കുക കുതിരാനായിട്ട്.
മണിക്കൂർ കേട്ടോ, ഇതിനി വെള്ളത്തിൽ വെച്ചേക്കുവാണ്. 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം നാളെ രാവിലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി. ഇതോടെ ഇത് ദോശയ്ക്ക് വേണ്ടി കടലക്കറിയാണ് കേട്ടോ നാളെ. അപ്പം ഞാൻ കടല കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണേ. അപ്പം നമുക്ക് രാവിലെ ദോശയും കടലക്കറി കഴിക്കാം. എഴുന്നേറ്റ് നടക്കുവാണോ? രണ്ടാമത്തത്. മൂത്തത് പോയോ? എവിടെ പോയി? കുവൈറ്റ്. പിന്നെയും പോയോ? കുവൈറ്റിൽ തന്നെ എങ്ങാണ്ട് പോകാൻ നിന്നാണല്ലോ. ആ പെണ്ണിന് നമ്മുടെ ഗോത്രാല പെണ്ണിന് 2-2 ലക്ഷം രൂപ ശമ്പളം. പാക്കുറിച്ച് കറി വെക്കാനാ. അതിന് വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളിയും കൂടെ തേങ്ങയ്ക്കകത്തൊക്കെ അരച്ച് ഗ്രേവി ആക്കിയിട്ട് അത് വരട്ടി കറി വെക്കുമ്പോ സൂപ്പർ കറിയാ. 4 മണി ചോറുന്ന പോരെ. അതന്നെ, അതാണോ ഇപ്പൊ കുഞ്ഞുട്ടി ഇത് ഉള്ളി, ഇഞ്ചി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ അരച്ച് ഇപ്പൊ പെരട്ടി വെച്ചിരിക്കുക വറക്കാൻ. ഇനി വറക്കാൻ. ഇത് വെള്ളരിക്കയും കൊണ്ട് മോരുകറി ഉണ്ടാക്കാനാണ്. അത്രേ ഉള്ളൂ. ഇത് വെള്ളരിക്ക കഷ്ണമാക്കി വേവിക്കാൻ വെച്ചതാണ്. കരിയാപ്പിലയും പച്ചമുളകും മഞ്ഞളും ഇച്ചിരി ഉപ്പും ഇട്ട്. ഇത് മോരുകറിക്ക് വേണ്ടിയിട്ട്. വെണ്ടയ്ക്ക ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അത് പാകത്തിന് കണ്ടിച്ചെടുക്കുവാണ്. മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെന്തിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കേട്ടോ. അത് ഓൾറെഡി മഞ്ഞൾ ഇട്ട് ഇനി ഇച്ചിരി ഉപ്പൊടി ഇടുക. അതിനെന്നൊക്കെയാ വേണ്ട? ജീരകം, കടുകും. നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചാലോ? പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയും ഒഴിച്ചേ. കടുകിട്ട് വെച്ചിട്ട് ജീരകം കൂടി ഇടുക. ഇനി വെണ്ടയ്ക്ക, സവോള, പച്ചമുളക്, വെണ്ടയ്ക്ക ചെറുതായിട്ട് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം.